ഹായ്. നമ്മൾ കുറേ ആയി ക്ലാസ് ഇല്ലാത്തതല്ലേ. അതായത് ഇൻകം ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും പഠിച്ചതാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പഠിക്കാനൊരു ഗ്യാപ്പ് ഇരുന്നോട്ടെ എന്ന് ഓർത്താണ്. അപ്പം എങ്ങനെയാണ് ഇൻകം ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്? കെയ്നീഷ്യൻ തിയറിയിൽ ഇൻകം ഈസ് ഡിറ്റർമിൻഡ് അറ്റ് ദ പൊസിഷൻ വെയർ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് സപ്ലൈ എന്നാണ് പഠിച്ചത് അല്ലേ. അതായത് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നാണ് അതിൻ്റെ പേര്, ആ പോയിൻ്റ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇഫക്റ്റീവ് ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും മീറ്റ് ചെയ്യുന്നിടത്താണ് ഇൻകം ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ ആഗ്രിഗേറ്റ് സപ്ലൈ ഫിക്സ്ഡ് ആണ്. അതായത് y ഈസ് ഈക്വൽ ടു C+S എന്നുള്ളത് 45 ഡിഗ്രി ലൈനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് AD ഈസ് ഈക്വൽ ടു C ബാർ പ്ലസ് CY ആണ്. അതേപോലെ അതിനോട് ഇൻവെസ്റ്റ്മെൻറ്റ് ചേരുമ്പോൾ AD ഈസ് ഈക്വൽ ടു A ബാർ പ്ലസ് CY എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ A ബാർ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ പ്ലസ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും പഠിച്ചു. അപ്പോൾ ഈ ആഗ്രിഗേറ്റ് ഡിമാൻഡിലുണ്ടാവുന്ന മാറ്റമനുസരിച്ച് ഈക്വിലിബ്രിയവും മാറിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ദ ചേഞ്ചസ് ഇൻ ഓട്ടോണമസ് പാർട്ട് ഓർ ചേഞ്ചസ് ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഓട്ടോണമസ് ചേഞ്ചസ് in consumption or in investment lead to changes in the income also. ഇക്വിലിബ്രിയം ഇൻകത്തിൽ മാറ്റമുണ്ടാവുന്നത് ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ മാറ്റമുണ്ടാവുമ്പോഴാണ്. ഇനി എങ്ങനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ മാറ്റമുണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോണമസ് കൺസംഷനിലും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റിലും ഉണ്ടാവുന്ന മാറ്റം, അതായത് ഓട്ടോണമസ് പാർട്ടുകളിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഓട്ടോണമസ് ചേഞ്ചസിൽ വരുമ്പോഴാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് മാറുന്നത്. ഈ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെ ഈ എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന മൾട്ടിപ്ലയർ പ്രോസസ്സും കൂടെ ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. എഫക്റ്റ് ഓഫ് ഓട്ടോണമസ് ചേഞ്ചസ് ഓൺ ഈക്വിലിബ്രിയം. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് AD ഈസ് ഈക്വൽ ടു AS ആണല്ലേ. AD ഐഡൻറ്റിക്കലി ഈക്വൽ ടു AS, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് സപ്ലൈ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? AD ഈസ് ഈക്വൽ ടു C ബാർ അല്ലേ, A ബാർ പ്ലസ് CY എന്നതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളത്. ആൻഡ് AS ഈസ് ഈക്വൽ ടു Y ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു C പ്ലസ് S എന്നും പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ ADയിൽ A ബാർ എന്ന് പറയുന്നത് എന്താണ്? A ബാർ ഈസ് ഈക്വൽ ടു C ബാർ പ്ലസ് I ബാർ ആണ്. അതായത് ഓട്ടോണമസ് കൺസംഷൻ്റെയും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ടോട്ടലാണ് A ബാർ ഓട്ടോണമസ് പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓട്ടോണമസ് പാർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ചേഞ്ചസ് ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ഓട്ടോണമസ് കമ്പോണൻസ്, ദാറ്റ് ഈസ് C ബാർ ഓർ I ബാർ. ഇനി എങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് വരുന്നതെന്ന് പറയാം. അതായത് A ബാറിൽ നിന്നും സപ്പോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ A ബാർ എന്തായിട്ട് മാറും? വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. A ബാർ becomes A1 ബാർ, അതായത് ഇൻക്രീസ് ചെയ്യുന്നതിന് കാണിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? C ബാർ പ്ലസ് I ബാർ പ്ലസ് I ബാർ.
അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ കൂടി. ഇതേപോലെ തന്നെയാണ് കൺസംഷനിൽ എന്താണ് മാറ്റം വരുമ്പോൾ സി ബാർ പ്ലസ് സി ബാർ എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പ്രോബ്ലം നമുക്ക് ഇപ്പോഴും ആവശ്യമില്ല. അപ്പോൾ അത് ഡയഗ്രമാറ്റിക്കലി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഡയഗ്രമാറ്റിക്കിൽ വരയ്ക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് വൈ ആക്സിസുകൾ വരയ്ക്കുന്നു. ഇതിൽ എക്സ് ആക്സിസ് ആണല്ലേ. എക്സ് ആക്സിസിൽ ഇൻകമാണ് എടുക്കുന്നത്, നാഷണൽ ഇൻകം വൈ, നാഷണൽ ഇൻകം. ഇവിടെ ഏതാണ് എടുക്കുന്നത്, ഓട്ടോണമസ് കൺസംഷനും കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ആദ്യം എ എസ് ആണ് വരയ്ക്കുന്നത്, ആഗ്രഗേറ്റ് സപ്ലൈ കർവ് എ എസ്. എ എസ് എന്താണ്, എ എസ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു സി പ്ലസ് എസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ആദ്യത്തെ ആഗ്രഗേറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ഡിറ്റർമിനേഷനിൽ വരച്ച ആഗ്രഗേറ്റ് ഡിമാൻഡ്, അതായത് ഇനീഷ്യൽ ആഗ്രഗേറ്റ് ഡിമാൻഡാണ് വരയ്ക്കാൻ പോകുന്നത്. ഇനീഷ്യൽ ആഗ്രഗേറ്റ് ഡിമാൻഡ് വരയ്ക്കുമ്പോൾ എ ഡി ആണ്. എ ഡി ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് സി വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഈ കാണുന്നത് ഇക്വിലിബ്രിയം പോയിൻ്റ് ആണല്ലേ. ഇക്വിലിബ്രിയം പോയിൻ്റ് ഇ എന്ന് കൊടുക്കാം. അപ്പോൾ ഈക്വിലിബ്രിയം ഔട്ട്പുട്ട് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് 5 സ്റ്റാർ കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇതാണ് എ ബാർ എന്ന് പറയുന്നത്, അതായത് ഓട്ടോണമസ് കൺസംഷനും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ചേരുന്ന ഭാഗം ഇത്രയുമാണ് വരുന്നത്. എ ബാർ, അതായത് ഒ എ ബാർ എന്നുള്ള പാർട്ട്. ഇനി സപ്പോസ് എ ബാർ എന്തായി മാറി, വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് എ ബാർ ബിക്കംസ് A1 ബാർ. A1 ബാറായിട്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ആഗ്രഗേറ്റ് ഡിമാൻഡ് കർവ് എ ഡിയിൽ നിന്നും AD1 ആയിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മാറ്റം ഇവിടെ വരയ്ക്കാം. ആഗ്രഗേറ്റ് ഡിമാൻഡ് AD എന്തായി മാറി, AD1 ആയിട്ട് മാറി അല്ലേ. AD1 ഈസ് ഈക്വൽ ടു A1 ബാർ പ്ലസ് സി വൈ എന്നായി. അതായത് A1 ബാർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയത്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായി, എ ബാർ എന്നുള്ളത് A1 ബാറായിട്ട് മാറി. അതായത് ഇത്രയും ഇൻക്രീസ്, അതായത് എ ബാർ ടു A1 ബാർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാവുന്ന ചേഞ്ചാണ് ഡെൽറ്റ ഐ, അതിനാണ് ഐ ബാർ എന്നിവിടെ കൊടുത്തത്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് മാറിയപ്പോൾ നാഷണൽ ഇൻകം എന്തായി മാറി, Y1 സ്റ്റാർ ആയിട്ട് മാറി. അതായത് Y സ്റ്റാറിൽ നിന്നും Y1 സ്റ്റാർ ആയിട്ട് മാറി, കണ്ടില്ലേ. അതായത് എ സ്മോൾ ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിച്ചു, ഇക്വിലിബ്രിയം ഇയിൽ നിന്നും E1 ആയിട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എ സ്മോൾ ചേഞ്ച് ഇൻ ഓട്ടോണമസ് പാർട്ട് ലീഡ് ടു എ ബിഗ് ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം. അതായത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയൊരു ചേഞ്ച് വരുമ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടി. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയതിൻ്റെ ഫലമായിട്ട് ഇത് സംഭവിച്ചു, നാഷണൽ ഇൻകം വളരെ കൂടി. ചെറിയ എ സ്മോൾ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡ് ടു ബിഗ് ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം. ഇത് ഓട്ടോണമസ് കൺസംഷൻ ഇൻക്രീസ് ചെയ്താലും ഇതേ ഒരു എഫക്റ്റ് തന്നെയാണ് വരിക. ഓട്ടോണമസ് പാർട്ടിൽ ഏത് ഇൻക്രീസ് ചെയ്താലും, ഓട്ടോണമസ് കമ്പോണൻറ്റ് ഏത് ഇൻക്രീസ് ചെയ്താലും എന്ത് ചെയ്യും, അത് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് വഴിതെളിക്കും. അപ്പോൾ ഇതിന് ഈ ഒരു ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഈ ഒരു മൾട്ടിപ്പിളായിട്ടാണ്. വെൻ ഓട്ടോണമസ് കമ്പോണൻറ്റ് ഇൻക്രീസസ് ഇൻകം ഇൻക്രീസസ് മൾട്ടിപ്പിൾ ആയിട്ടാണ് അല്ലേ, ഇൻ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലെയർ എഫക്റ്റ്. ഇതാണ് മൾട്ടിപ്ലെയർ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ വിളിക്കും ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ എന്ന് വിളിക്കാം നമുക്ക്. അപ്പോൾ ഇതിനെ ഒരു ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത്
ഓട്ടോണമസ് പാർട്ടിലുണ്ടാവുന്ന വ്യത്യാസത്തിൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിലുണ്ടാവുന്ന മാറ്റത്തെയാണ് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. ഓട്ടോണമസ് കമ്പോണൻസിലുണ്ടാവുന്ന മാറ്റം, എ ബാറിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഇൻകത്തിലുണ്ടാവുന്ന മാറ്റം. അപ്പോൾ എന്താണ്, മൾട്ടിപ്പിൾസ് ഓഫ് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ റേഷ്യോ ചേഞ്ചിന്, അതായത് ഈ ഒരു ചേഞ്ച് മൾട്ടിപ്ലെയർ ആണ്, ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ പ്രോസസ്സ് എങ്ങനെ വരുന്നതാണെന്ന് മനസ്സിലായല്ലോ. അതായത് വെൻ ഓട്ടോണമസ് കമ്പോണൻറ്റ് ചേഞ്ചസ്, ഇൻകം ചേഞ്ചസ് rather than that or greater than the change in the. ഇനി എത്രയാണ് ആ ചേഞ്ച് എന്നുള്ളതാണ്. അതായത് മൾട്ടിപ്ലെയറിനെ കെ എന്ന ലെറ്റർ വെച്ച് കാണിക്കാം നമുക്ക്. അതായത് കെ ഇസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു, നാഷണൽ ഇൻകം ആണ് കേട്ടോ, ടു ചേഞ്ച് ഇൻ ഓട്ടോണമസ് കൺസംഷൻ ആൻഡ് ഓട്ടോണമസ് ഡിമാൻഡ്. ഓട്ടോണമസ് പാർട്ടിൽ വരുന്ന മാറ്റത്തിൻ്റെ ഫലമായി എ ബാർ, ചേഞ്ച് ഇൻ എ ബാർ ആണ്. അതായത് ഓട്ടോണമസ് കൺസംഷൻ മാറിയാലും മാറ്റം വരും, അതേപോലെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്താലും എന്ത് വരും, എ ബാറിൽ മാറ്റമുണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ മൾട്ടിപ്ലെയർ. കെ ഈസ് ദ റേഷ്യോ ഓഫ്, കെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, റേഷ്യോ ഓഫ് മൾട്ടിപ്ലെയർ. കെ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം, നാഷണൽ ഇൻകം ആണ് കേട്ടോ, ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ ചേഞ്ച് ഇൻ എ ബാർ, ചേഞ്ച് ഇൻ ഇൻകം അല്ലെങ്കിൽ ഓട്ടോണമസ് കൺസംഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ എന്താണ്, ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ ഐ എന്ന് എഴുതാം. അതായത് മൾട്ടിപ്ലെയറിനെ നമ്മൾ ഓട്ടോണമസ് പാർട്ടിൻ്റെ, അതായത് ഇത് ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ ആണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ എന്നാണ് പറയുക. ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, അതായത് കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. അതായത് വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ഓർ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡ് ടു മൾട്ടിപ്പിൾ ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ഈസ് കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ. ചേഞ്ച് ഇൻ investment leading to multiple change in national income. അതാണ് മൾട്ടിപ്ലെയർ എഫക്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ, ഇൻകം മൾട്ടിപ്ലെയർ ഒക്കെ ഒരേ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് മൾട്ടിപ്ലെയർ ഇപ്പോൾ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാം. അതായത് കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ. എ ബാറിന് കമ്പോണൻ്റ് ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും. അതുകൊണ്ട് എ ബാറിൽ ഏത് മാറിയാലും അതെന്തായിട്ട് മാറും, ഒരു മൾട്ടിപ്ലെയർ എഫക്റ്റിലേക്ക്. അതായത് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ബിഗ്ഗർ ചേഞ്ചസ്, മൾട്ടിപ്പിൾസ് ഓഫ് ഇൻക്രിമെൻ്റ് ഇൻകത്തിലുണ്ടാവുന്നതിനെയാണ് മൾട്ടിപ്ലെയർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനെ ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ എന്ന് വിളിക്കാൻ കാരണം ഇൻവെസ്റ്റ്മെൻറ്റിലോ കൺസംഷനിലും ഉണ്ടാവുന്ന മാറ്റം അനുസരിച്ച് നാഷണൽ ഇൻകത്തിലുണ്ടാവുന്ന മാറ്റമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ, കെ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഓർ റേഷ്യോ ഓഫ് ഡെൽറ്റ വൈ ആൻഡ് എ ബാർ, ഓട്ടോണമസ് കമ്പോണൻറ്റ്.
അപ്പോൾ അതിൽ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ ആ മൾട്ടിപ്ലയർ എഫക്റ്റിനെ വിളിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ഈസ് ഡിനോട്ടഡ് ആസ് കെ ആൻഡ് കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. ഇനി ഇതിനെ വേറൊരു തരത്തിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡെൽറ്റ വൈ, അതായത് നാഷണൽ ഇൻകത്തിലുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ഈസ് മൾട്ടിപ്പിൾ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ ഐ. ഇതാണ് മൾട്ടിപ്ലെയർ എഫക്റ്റായിട്ട് വരുന്നത്. അതായത് ചെറിയൊരു ചേഞ്ച് നാഷണൽ ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കെ ഡെൽറ്റ ഐ, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റം നാഷണൽ ഇൻകത്തിലേക്ക് വലിയ മാറ്റം മൾട്ടിപ്പിൾ ഓഫ് ചേഞ്ച് ആയിട്ട് റിസൾട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്ലെയർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ മൾട്ടിപ്ലെയർ എഫക്റ്റിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ എ ഡി, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ആഗ്രിഗേറ്റ് ഡിമാൻഡ് എ ഡിയിൽ നിന്നും എ ഡി 0 ആയിട്ട് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കർവ് നേരെ താഴോട്ട്, അല്ലേ? അതായത് ഇങ്ങനെ ജസ്റ്റ് എന്താണ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നാഷണൽ ഇൻകം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് എ ഡി 0 എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഇഫ് ഡിക്രീസ് ഓട്ടോണമസ് കൺസംഷൻ ഓർ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്രീസ്, ഇറ്റ് വിൽ ഓൾസോ കോസ് ഫോർ ഡിക്രീസ് ഇൻ ദ നാഷണൽ ഇൻകം. അപ്പോൾ ചെറിയൊരു ഡിക്രീസ് പോലും എന്താണ് ഒരുപാട് അതിൻ്റെ, അതായത് മൾട്ടിപ്പിൾ ഓഫ് ഡിക്രീസ് ആണ് വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിൽ വെക്കുക. നമ്മൾ ഇൻക്രീസിൻ്റെ എഫക്റ്റ് മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ കണ്ടതാണ് അല്ലേ, നമ്മുടെ എക്സ്പീരിയൻസിൽ കോവിഡ് ടൈമിലൊക്കെ എന്ത് ചെയ്തു? നാഷണൽ ഇൻകമൊക്കെ ഒരു ബാക്ക്വേർഡായിട്ട് മാറുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണ്? കൺസംഷൻ കുറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. അപ്പോൾ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും കുറയുമ്പോഴേക്കും എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ആദ്യത്തെ. ഇപ്പം നമ്മൾ ഇതേപോലെ, അതായത് ഈ ഒരു ഫിഗറിനെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കുകയാണ്. അതായത് വൈ ഇസ് ഈക്വൽ ടു സി പ്ലസ് എസ് എന്നുള്ള എ എസിനെ ആദ്യത്തെ എ ഡി ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും? എ ഡി സി എ ബാർ എന്നുള്ളത് എ 0 ബാറായിട്ട് കുറയും അല്ലേ. ഇത് എ ഡി ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു സെറ്റ് ബാക്ക്, ഇക്വലിബ്രിയത്തിൽ നിന്നും ഓട്ടോണമസ് കൺസംഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് പുറകിലോട്ട് വരും. ആദ്യത്തേതിൽ നിന്നും ബാക്കിലോട്ടേക്ക് വരും. അതായത് എ ഡി 0, ഇവിടെ എ ഡി 1, എ ഡി എന്നുള്ളത് എ ബാർ പ്ലസ് സി വൈ. അപ്പോൾ അത് മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് ഇൻക്രീസ് ആയിട്ട് മാറും. അതേപോലെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ സെറ്റ് ബാക്ക് ചെയ്യും. അതായത് പുറകിലോട്ടും എന്ത് ചെയ്യും? ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്ലെയർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ഡയഗ്രത്തിൽ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കും. അതായത് ഇൻക്രീസ് ചെയ്യുന്നത് എ ബാർ A1 ബാറായിട്ട് മാറുകയും അതുവഴി ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങളുമായിട്ട് വരാം. താങ്ക് യു.